മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ആണ്. പക്ഷേ ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. അതെ, 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മെറ്റേണിറ്റി ലീവ് 6 മാസം കൊടുക്കുന്നതിന് അനീഷ് എതിർക്കുന്നത് ഇതിനാണോ സ്ത്രീ വിരുദ്ധത കാണിച്ചേ? ഭാഗ്യമായി ബിഗ് ബോസിന്റെ ഹൗസിൽ ഇയാൾ ഈ വിഷയം വന്നിരുന്നെങ്കിൽ അന്നേരത്തെ തന്നെ എവിക്ട് ആയേനെന്ന്. മെറ്റേണിറ്റി ലീവ് സ്ത്രീകളുടെ പ്രിവിലേജിൽ ഉൾപ്പെടുന്ന എന്നതിനേക്കാൾ അത് ആൺകുട്ടിയെ പെൺകുട്ടി എന്നുള്ള തരംതിരിവ് കൂടാതെ തന്നെ ജനിച്ച കുട്ടിയുടെ അവകാശമാണ്. മുലപ്പാൽ കുട്ടിക്ക് വിശക്കുമ്പോഴും മണിക്കൂറുകളുടെ ഇടവേളകളും നൽകേണ്ടത് 6 മാസം വരെ വളരെ അനിവാര്യമാണ്. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അമ്മയുടെ പൂർണ്ണ വാത്സല്യവും കരുതലോടുള്ള പരിചരണത്തിന് അത്യാവശ്യമാണ്. ഈ സമയത്ത് അമ്മയ്ക്കും മാനസികമായ ശാരീരികമായ കരുതൽ അത്യന്താപേക്ഷിതമാണ്. അമ്മയ്ക്കും സ്വന്തം കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒരേപോലെ സമയത്ത് കൈകാര്യം ചെയ്യാൻ സീരിയസ്ലി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അനീഷ് പക്കയായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. വൺ ഓഫ് ദ മിസോജനിസ്റ്റ്, ഒരു സ്ത്രീ വിരോധി. ആ കപ്പ് അനുമോൾക്ക് കിട്ടിയത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഇപ്പോൾ ഞാൻ അഭിപ്രായപ്പെടുന്നു. ബാക്കി ഈ ഒരു സീസണിൻ്റെ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇയാൾ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തെല്ലാം നുണയാണ്, പച്ച നുണയാണ് ഇൻ്റർവ്യൂവിൻ്റെ അകത്തിരുന്ന് പറയുന്നത്. എല്ലാം ബ്ലാബർ, എല്ലാം പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുകയാണ്. ആ ഹൗസിൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങളല്ല പുറത്തുള്ള കാര്യങ്ങളെന്ന്. പുള്ളിക്കാരൻ്റെ ഒരുപാട് കാര്യങ്ങൾ BB ഹൗസിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചിരുന്ന ഒരുപാട് പേരിൽ ഒരാൾ തന്നെ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടർ തന്നെ എനിക്ക് ഇൻബോക്സിൽ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ ആദ്യം വായിക്കും, എന്നിട്ട് നമുക്ക് കേൾക്കാം. ശരത്തേട്ട അനീഷിൻ്റെ ഏഷ്യാനെറ്റിലെ ഇൻ്റർവ്യൂ കണ്ടു. ഹി വാസ് ഫൂളിങ് ഓൾ ദ ഓഡിയൻസ്. ഓക്കെ, എല്ലാ ഓഡിയൻസിനെ ഫോളോ ആക്കി എന്നുള്ളത്. അഞ്ജന ആസ്ക്ഡ് സോ മെനി ക്വസ്റ്റ്യൻസ്, ഹി കുഡൻറ്റ് ഈവൻ ആൻസർ എനിത്തിങ്. ഒരു ക്വസ്റ്റ്യന് പോലും നേരാമണ്ണം ആൻസർ പറഞ്ഞിട്ടില്ല. എല്ലാം ഈ തത്തി കളിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വരാൻ പറയാം. ഐ എം സോ ഡിസ്റ്റർബ്ഡ് ടു ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹീസ് അഗെയിൻസ്റ്റ് മെറ്റേണിറ്റി ലീവ്. Please watch and do video about this people should aware of these kind of fake people and unmask him. സീരിയസ്ലി, അത് എൻ്റെ മുമ്പിലേക്ക് വന്നൊരു കാര്യം. ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ്. സത്യം പറയാമല്ലോ, അനീഷ് എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വെട്ടുകയാണ്. കാരണം പുള്ളിക്കാരൻ ഒരു സ്ത്രീ വിരോധി പക്ക. എന്നിട്ട് അവസാനം അനുമോൾ എടുത്ത് പ്രണയനാടകം കൊണ്ടുപോയി. അതിനുശേഷവും ആ പുള്ളിക്കാരത്തി അവിടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും കൂട്ടത്തോടെ ആക്രമിക്കുന്ന സമയത്ത് ഈ പ്രണയം കൊണ്ടുപോയ കാമുകന് മാറി നിന്ന് അതെല്ലാം കണ്ട് രസിക്കുന്നൊരു സ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഈ അനീഷ് എന്നുള്ളൊരു കാര്യം? ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളാരും ഇല്ല രംഗത്ത്. കാരണം ഇത് എന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യൊപ്പെന്നൊക്കെ പറയുന്നത് അതുപോലത്തെ പരിപാടിയാണ്. ഓക്കെ, അൺമാസ്കിങ്. സോ ദാറ്റ് നെക്സ്റ്റ് BB സീസൺ കണ്ടസ്റ്റന്റ് വിൽ ബി മോർ ജെന്യൂൻ. അടുത്ത സീസണിലെങ്കിലും കണ്ടസ്റ്റൻസ് ജെന്യൂൻ ആയിരിക്കട്ടെ എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ അനീഷിൻ്റെ കുറച്ച് ഒന്ന് രണ്ട് കമൻറ്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൻ്റെ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ പ്ലേ ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന സാധനമാണ്. നമുക്കതുകൊണ്ട് ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അതിനകത്ത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ്ഡ് ആവുന്ന സംഭവം എത്രമാത്രമാണെന്നുള്ള കാര്യം നിങ്ങളിനെ കണ്ടു മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്, അനീഷ് ഫേക്ക് ആണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത് ക്ലിയർ ആയി എന്ന് ആൾക്കാർ പറയുന്നത്. അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ആ വിളിച്ച കോളും എൻ്റെ ഉണ്ട്, അയച്ച മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഞാനെന്നിട്ടും സർപ്രൈസ് ആവുമല്ലേ. എന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞത്. അങ്ങനെ ഒരു കള്ളം. അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പുറത്തുള്ള കാര്യങ്ങൾ 2 ദിവസം മുമ്പ് എന്നുള്ളതൊരു മറവിയാണ് മനീഷ്. ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയി. അനീഷ് PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചപ്പോൾ മണിമണി പോലെ കാര്യങ്ങൾ പറഞ്ഞ ആള്, അകത്ത് നിന്ന് പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞ ആള്. പുള്ളി എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല ഗ്രാഹ്യ ബുദ്ധിയോട് ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും ഈ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്നെങ്കിലും പറയാം, നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ള ഒരാള് ഈ ഒരു സാധനത്തിനെ കുറിച്ചൊക്കെ അവിടെ പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പോലും അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് അവരുടെ മുമ്പിൽ പോലും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട സംഭവം അറിയാമോ, ഈ പുള്ളിക്കാരത്തിയുടെ മുമ്പിൽ നിന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും ഞാൻ താങ്കളെപ്പോലുള്ള ഒരാളുടെ മുമ്പിൽ വന്ന് ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് വളരെയധികം സന്തോഷം. വിനയത്തിന്റെ നിറകുടമായിട്ട് നിങ്ങൾ പറയുന്ന 100% ജെന്യൂൻ പേഴ്സൺ
ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പറയുന്ന വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, കാരണം വൺ ഓഫ് ദ ഫേക്ക് പേഴ്സൺ, അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം മുന്നേ കേട്ടാൽ പറ്റില്ല. അനീഷിന് ഒരുപാട് ദിവസം കിട്ടി അനീഷ്. ഓക്കെ, അത് വിട്ടേ. അനീഷിന് ഒരു കാര്യം അറിയും. അനീഷാനോട് അത് ഞാൻ പറയണ്ട, അത് പറഞ്ഞിട്ടില്ല. അനീഷാൻ ആദ്യം വീട്ടിൽ കയറിയത്, അനീഷാൻ അവസാനം വീട്ടിൽ കയറിയത്. എന്ത് തോന്നുന്നു? അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം സത്യത്തിൽ പോലും ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഏതോ ഒരു വലി ആക്ച്വലി അനുമോള് അനുമോള് കാര്യം വന്നിട്ട് ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായി? ശരിക്കും അനുമോളെ അത് അത് കളിക്കും. സത്യം പറ. ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പം ഒരു എന്താ പറയുക മേക്കപ്പ് ലുക്കിലായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് സെലിബ്രിറ്റി ഇങ്ങനെ വാക്ക് ഉപയോഗിക്കുക, സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഫെയിമിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തരാണ്. സ്ക്രീൻ പ്രസൻസ് വേറെ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അനുമോളെ പുള്ളിക്കാരൻ അറിയത്തില്ല. ഏതാണ്ട് 5 വർഷത്തോളം ബിഗ് ബോസിന്റെ സംഭവങ്ങളൊക്കെ കണ്ടു. സ്വാഭാവികമായിട്ട് ഇതൊക്കെ അറിയുന്ന ആളാണ്. പുള്ളി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. സ്വാഭാവികമായിട്ടും അനുമോളെ പുള്ളിക്കാരൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റാത്തത് അനുമോളുടെ മുഖത്ത് അല്ലെങ്കിൽ മുഖത്ത് ചായം തേച്ചിരിക്കുന്നതുകൊണ്ടോ മേക്കപ്പ് ലുക്കിലായതുകൊണ്ടോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റാത്തതാണെന്ന്. കാരണം പുറത്തുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊന്നും കാണാത്ത ഒരാളായിരിക്കത്തില്ല ഈ പറയുന്ന ശ്രീമാൻ അനീഷ്. ഇതെല്ലാം കണ്ടിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കും. അനുമോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നേക്കുന്ന അനുമോളെ കണ്ടിട്ട് അത്രയും ഇപ്പം മേക്കപ്പ് ഒക്കെ ഓക്കെ, ഒരാളെ നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതിനൊരു ടൈമും ഉണ്ട്. ബട്ട് പുള്ളിക്കാരൻ അത് അത്രയും സമയം കൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്തുമാത്രം ഫേക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്തത്, ഇനി ഇവിടെ കേൾക്കാം അടുത്തത്. ആക്ച്വലി ഞാൻ 5 വർഷത്തെ ലീവ് എടുക്കുന്നത് വിദേശത്തേക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടാണ്. വിദേശത്ത് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലീവ് എടുത്തത്. അപ്പൊ അത് ഓൾറെഡി എനിക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 5 വർഷത്തെ ലീവ് എടുക്കുന്നത്. അങ്ങനെ ലീവ് എടുത്തിട്ട് ഞാൻ UAE പോയി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞു, അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും വിളിക്കാൻ പറ്റില്ല, അവർ വിളിച്ചില്ല. അപ്പൊ വിസിറ്റിംഗിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 6 മാസം, ഏകദേശം 6 മാസത്തോളം ആയപ്പോൾ ആ ടൈമിനുള്ളിലൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവർ ഇങ്ങനെ ഹോപ്പ് തന്നുകൊണ്ടേയിരുന്നു. പിന്നെ എനിക്ക് പതുക്കെ മനസ്സിലായി ഇത് ഒരു നടക്കുന്ന ഒരു സ്വപ്നം ആവില്ല എന്ന് മനസ്സിലായി. ആ സമയം മുഴുവൻ എന്നെ ലോക്കായിട്ട് എടുക്കായിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി തിരിച്ചു കയറണോ അല്ലെങ്കിൽ എന്റെ കലാപരമായിട്ടുള്ള വാസനകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്ന് വിചാരിച്ചു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ബുക്ക് എഴുതുന്നത്, ബുക്കിന്റെ പണിപ്പുരയിലേക്ക് പോകുന്നത്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ബിഗ് ബോസിന്റെ ഓഡീഷൻ വരുന്നത്, കഴിഞ്ഞ സീസണിന്റെ ഓഡീഷൻ വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അതിലേക്ക് കിട്ടിയില്ല. ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് ഒരാൾ മനസ്സിലാക്കണം, ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് അയാൾക്കുണ്ടായിരുന്ന ജോലി 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ഫ്രണ്ട് റെഫർ ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് വിദേശ രാജ്യത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏത് ഫ്രണ്ടും ആയിക്കൊണ്ട് പോട്ടെ, ഒരു ഓഫർ ലെറ്ററോ തനിക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു പൂർണ്ണമായ ഒരു ഉറപ്പോ ഒന്നുമില്ലാതെ ഈ പറയുന്ന ജോലി നമ്മുടെ ലീവ് എടുത്തിട്ട് അവിടെ ഒരു 5 വർഷത്തേക്ക് ലീവ് കൊടുത്തിട്ട്, ഒരു ലോങ് ടൈം ലീവ് എടുത്തിട്ട് ഈ പുള്ളിക്കാരൻ അവിടെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്. ആലോചിച്ച് നോക്കണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഇപ്പൊ സാധാരണ എല്ലാത്തിനകത്ത് ഓൺലൈൻ ഇന്റർവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പം ഓൺലൈൻ ഇന്റർവ്യൂ മറ്റുള്ള സംഭവങ്ങളൊന്നുമല്ല. പുള്ളി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 3 മാസത്തെ വിസിറ്റിംഗ് വിസയും എടുത്ത് അവിടെ പോയി. ഒരു കൺഫർമേഷൻ കിട്ടാതെ, ഇവിടെ സാധാരണ എത്രയോ ആൾക്കാർ ഗൾഫിലേക്ക് ജോലി കയറി പോകുന്നുണ്ട്. ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടാതെ നിങ്ങൾ ആരെങ്കിലും പോയി നിങ്ങളെ CV പരിശോധിച്ച് നിങ്ങൾക്ക് ജോലിയുടെ സംഭവങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം നിങ്ങൾ അക്കരയ്ക്ക് ചാടുകയുള്ളൂ. അവിടെ നിങ്ങൾക്ക് വിസയും വരും. വിസയൊന്നും വരാതെ ഈ പറഞ്ഞ ഇതെല്ലാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി 3 മാസത്തേക്ക്. അതിനുശേഷം ടൈം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നു. അതിനുശേഷം കൃഷി തുടങ്ങി. അതിനുശേഷം കഴിഞ്ഞ BBയിൽ പോയി ഇപ്പോൾ കിട്ടിയിട്ടില്ല. അതിനുശേഷം കൃഷി തുടങ്ങി, പിന്നെ പുസ്തകം എഴുതി, അതിനുശേഷം ഈ സീസണിൽ കയറി. എന്തോരം കള്ളം പറയുന്ന ആലോചിച്ച് നോക്കണേ. ഞാൻ വേറെ കാര്യം പറഞ്ഞു വെച്ചത്, എല്ലാ സ്ഥലത്തും അനീഷിന്റെ ഒരു കമന്റ് കൂടാണ് ഇത്. വെറുത്ത് കുട്ടി ശങ്കരൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളത്. പക്ഷെ കയറിയ സമയത്ത് എന്തൊരു വൃത്തിയിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ഹൗസും ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷൻ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു. ഞാനും അനീഷ് നമ്മൾ തർക്കിച്ചൊരു വിഷയമല്ലേ, എന്താണെന്നറിയോ?
ഒരുപാട് കാര്യങ്ങൾ ഏതാണ് ആ ഒരു കാര്യം? അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ലാന്ന് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിട്ടുണ്ട്. ഇത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും കൂടെ കേൾക്കണേ. അതോടൊപ്പം തന്നെ സ്ത്രീകൾ, അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഗർഭിണികളാകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഗർഭാവസ്ഥയിലേക്ക് നിൽക്കുന്ന സ്ത്രീ, അവർ ഗവൺമെൻറ് ജോലി ഉണ്ടെന്നുള്ള സംഭവം പിന്നെ ഏലിയനായിട്ട് മാറുന്നില്ല, അവരപ്പോഴും സ്ത്രീ തന്നെയാണ്. ആ പ്രസവം, ആ നടക്കുന്ന അതിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞിനെ ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രാഥമിക, അത് കുട്ടിയുടെയും കൂടെ ഒരു അവകാശമാണ്. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് 6 മാസത്തോളം മെറ്റേണിറ്റി ലീവ് എന്നുള്ളൊരു കാര്യം ഒരു സ്ത്രീക്ക് കൊടുക്കുന്നത്, അതിൽ കൂടുതൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് 2 കുട്ടികളുള്ളതാണ്. കാരണം ആ സമയങ്ങളിൽ ഒരു കൊച്ചുകുട്ടി 6 മാസം പ്രായമുള്ളൊരു കുട്ടിയെ ഒരു അമ്മ ഏൽപ്പിച്ചിട്ട് വീണ്ടും ജോലിയിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ആവശ്യമുള്ളതാണ്. ആ 6 മാസത്തെ പ്രസവ ലീവ് പോലും ഒരു പ്രിവിലേജ്, ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ സീസണിൻ്റെ കപ്പടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അടിക്കേണ്ടതായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ തന്നെ അങ്ങോട്ട് അത് മനസ്സിലാക്കി പറഞ്ഞേനെ എന്താണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റി സംസാരിക്കണം. അനീഷിന് മനസ്സിലേക്ക് സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കും, ഒന്നും ചെയ്തില്ലല്ലോ. മെച്ചൂരിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്, എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നില്ല മെച്ചൂരിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കറക്റ്റാണ്. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? എനിക്ക് പലപ്പോഴും തോന്നി എന്തുകൊണ്ടായിരിക്കും അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മെറ്റേണിറ്റി ലീവ് 6 മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അതെ, ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്താലേ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും അങ്ങനെയല്ല, നമ്മുടെ പോയിന്റ് കറക്റ്റ്. പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു. പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറഞ്ഞത്. പെണ്ണിന് കാറ് കൊടുത്തിട്ട് ആളുകൾ മറ്റൊരു കൊല്ലം കൊടുക്കും, അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പ്രിവിലേജ് ആണോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ്. ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചോട്ടെ, ലെറ്റ്സ് ഇഗ്നോർ ദ പോയിന്റ്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിട്ട് അനീഷ് അവിടെ പോയി പ്രപ്പോസ് ചെയ്തത്, അതിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്? അത് ആക്ച്വലി നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഇത്രയും നാളായിട്ട് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു തിരിച്ചറിവിന്റെ, ഒരു മാറ്റത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഈ പുള്ളിയുടെ ഈ ഇന്റർവ്യൂ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇപ്പോഴൊന്നും തലയ്ക്കകത്ത് വെളിവ് വരത്തില്ല. ഇത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് ഉറപ്പായിട്ടും ഇതിനകത്ത് ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഇതൊരു മാനിപ്പുലേഷൻ, ഇയാൾ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ തലച്ചോറിൽ കയറണമെന്നില്ല. പക്ഷേ വൺ ഓഫ് ദ ഫേക്ക് പേഴ്സൺ ഇൻ ബിഗ് ബോസ് ഇദ്ദേഹം തന്നെയാണ്. അട്ടർ ഫേക്കാണ്, യാതൊരു സംശയം വേണ്ട. ഒരു മിസോജനിസ്റ്റ്, ഒരു പക്ക എന്താണ്, ഒരു സ്ത്രീ വിരോധി. ആ സ്ത്രീ വിരോധിയാണ് ഇദ്ദേഹം. അകത്ത് കയറി പോയിട്ട് വളരെ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അതിവിനയവും അമിതമായിട്ടുള്ള സംവിധാനം ആൾക്കാരുടെ അധികം നല്ലൊരു ക്യാരക്ടർ പിടിച്ച് അകത്ത് നിന്നു. പുറത്ത് വന്നിട്ട് അവർ ചോദിച്ചപ്പം സ്ത്രീ വിരോധി അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങ് പറയാം. ഇതിനകത്ത് പിന്നെയും പറഞ്ഞു കിടന്ന് മെഴുകുന്നുണ്ട്. ആ മെഴുകൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരോധത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അതുകൂടെ കേൾക്കാമല്ലോ, ഒന്നുകൂടെ കേൾക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷാനവാസിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ഹൃദയം കല്ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് പലപ്പോഴും എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ കല്ലായി മാറിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു സൗഹൃദം, ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ മെൽറ്റായി തോന്നുന്നു. എനിക്ക് ഞാനൊരു കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് മാറുന്നു. പതിയെ ഹൗസിലുള്ള എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീട്ടിലേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ തിരിച്ച് എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു ബെഡ്റൂമിലേക്ക് എടുക്കുന്നത് കാണുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങളോ ആരെങ്കിലും ഒക്കെ എല്ലാ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കത്തില്ല. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോയി കിടന്നുറങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഹോസ്റ്റലുകളിലൊക്കെ കാണും, ഓക്കെ. അല്ലാതെ എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന കാര്യം മാറിപ്പോയതായിരിക്കും. അതായത് അനീഷിന്റെ സ്ത്രീ വിരുദ്ധത മാറിയത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കുറച്ച് ദിവസം കൊണ്ടുള്ള ഗെയിം കൊണ്ട്, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഇനിയുണ്ട്. പുറത്ത് അനീഷിനെ പറഞ്ഞല്ലോ, ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷമാണ് അനീഷിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ പുറത്ത് അനീഷിന്റെ ഒരു നാട്ടിലോ വീട്ടിലോ ചുറ്റുമോ അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഒരു സ്ത്രീ. ഞാൻ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇപ്പോ ഹായ് ബൈ ബന്ധത്തെ അല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിർവചിക്കുന്നത്. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സൗഹൃദങ്ങൾ കൊണ്ട് അനീഷിന് ഈ ഒരു സ്ത്രീ വിരുദ്ധത പോയില്ല. പക്ഷെ ചെന്നൊരു 6 മാസത്തെ 100 ദിവസമാണല്ലോ, അതിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന ഒരു 45 ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും സമയം കൊണ്ട് അത് മാറിയോ? അതല്ല, എനിക്ക് ആക്ച്വലി പുറത്ത് അങ്ങനെ ഒരു സ്ത്രീകൾ ഫ്രണ്ട്സ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു
പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നിരിക്കണം റിയലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ കണ്ടോ, അതായത് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളോ സ്ത്രീകളുടെ ഒരു സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി സ്ത്രീവിരുദ്ധനായെന്ന് പുള്ളിക്കാരൻ പറയാതെ പറഞ്ഞു പോകുന്നു. അതായത് എടാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്ത്രീ സുഹൃത്തുക്കളാരുമില്ല. സ്ത്രീ സുഹൃത്തുക്കളാണോ ഒരാളെ സ്ത്രീ വിരോധിയാക്കാനുള്ള കാരണം? അമ്മയുണ്ട്, സഹോദരിമാർ കാണാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മറ്റ് പല ആൾക്കാരും ഉണ്ടാവാം. സുഹൃത്തുക്കൾ തന്നെ ആവണമെന്നില്ലല്ലോ സ്ത്രീകൾ. നമ്മുടെ അമ്മ ഒരു സ്ത്രീയല്ലേ, പ്രൈമറി, ഏറ്റവും ബേസിക്. അമ്മ നമ്മളെ പ്രസവിച്ചിട്ടാണ് നമ്മൾ പുറത്ത് വന്നത്. അതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് സ്ത്രീകളുണ്ട്. ഓക്കെ, എനിക്കറിയത്തില്ല, ഇദ്ദേഹം മാരീഡ് ആണെന്ന് കേൾക്കുന്നു, പറയുന്നു ഡിവോഴ്സ് ആണെന്നൊക്കെ. അത് അന്നൊരു കോൺട്രവേഴ്സി ഉണ്ടായി. അപ്പോൾ ആ ഒരു സ്ത്രീയും അദ്ദേഹത്തിൻ്റെ അവരും ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞത്, അതായത് സ്ത്രീ എന്നുള്ള സാധനം നമ്മൾ സ്ത്രീ അടുത്തറിയാൻ വേണ്ടി ഒരു സുഹൃത്ത് തന്നെ വേണമെന്ന് നിർബന്ധം എന്താ? ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി കുറച്ച് അധികം ആൾക്കാരോട് ഇടപെട്ടപ്പോഴേക്കും സ്ത്രീ വിരോധം മാറി എന്നൊക്കെ പുള്ളി പറയുന്നത് വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അത് വളരെ വലിയ കാര്യം, ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ആരെയും തെറി വിളിച്ചില്ല, പരദൂഷണം പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വാളിറ്റീസ് ആയിട്ട് തന്നെ ഞാൻ എപ്പോഴും കാണുന്നു. ബട്ട് പുള്ളിക്കാരൻ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് അവരിവിടെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിനകത്ത് ഒത്തിരി പേര് പറയുന്നുണ്ട്, വൗ അഞ്ജന, യു ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഐ തോട്ട് ഓഫ് ആസ്കിങ്. ഹീ ഈസ് എ ഫേക്ക് പേഴ്സൺ, ഹി വാസ് എ ഗുഡ് ആക്ടർ ടു, he lied so many times and over വിനയം with over വിനയം കേട്ടോ. he is a toxic person too, that's why his wife left him. ഇത് ഞാൻ പറയുന്നതല്ല, കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റുകളാണ് കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഇവിടെ വച്ചേക്കാം. ഓക്കെ അടുത്തത് എന്താ പറയുക, അപ്പോൾ അവിടെ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു അല്ലേ, അത്ര സത്യസന്ധനൊന്നും അല്ല, അത് ലാസ്റ്റ് വീക്ക് മനസ്സിലായെന്ന് ആൾക്കാർ പറയുന്നു. ഓക്കെ, അതായത് പുള്ളിക്കാരൻ ഒരു സത്യസന്ധനല്ലെന്ന് ആൾക്കാർ പറയുന്നു. സീരിയസ്ലി 6 months മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് ഇയാൾ എതിരാണോ? ആൻഡ് സ്റ്റിൽ ഹീ സേയിങ് ഓൺ ദാറ്റ്, താങ്ക് ഗോഡ് ഐ ഡിഡ്ന്റ് വോട്ട് ഫോർ ഹിം. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്തതിൽ ദൈവത്തിനോടൊക്കെ നന്ദി പറയുന്നു. കാരണം ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം ഇപ്പോഴും സ്റ്റിൽ ആ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ, ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് 6 മാസം ആ കുട്ടിക്ക് പാല് കൂട്ടുന്ന ആ ഒരു സമയം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നു എന്നൊക്കെ പറയുന്നൊരു കാര്യം, അതൊക്കെ എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? എനിക്കറിയത്തില്ല. 6 മാസം മെറ്റേണിറ്റി ലീവ് വേണ്ടെന്ന് പറയുന്ന ആൾ ഒന്ന് പ്രസവിച്ച് നോക്ക്, മനസ്സിലാവും 1 year പോലും തികയില്ലെന്ന്. 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മെറ്റേണിറ്റി ലീവ് 6 മാസം കൊടുക്കുന്നതിന് അനീഷ് എതിർക്കുന്നത് എന്തിനാ? ഇതിനാണോ സ്ത്രീ വിരുദ്ധത കാണിച്ചേ? ഭാഗ്യമായി ബിഗ് ബോസിന്റെ ഹൗസിൽ ഇയാൾ ഈ വിഷയം വന്നിരുന്നെങ്കിൽ അന്നേരം തന്നെ എവിക്ട് ആയേനെന്ന്. സീരിയസ്ലി അയാളുടെ ക്ലെവർ പ്ലേ ആണ്. ഉള്ളിലുള്ള സ്ത്രീ വിരുദ്ധത അവിടെ പുറത്ത് കാണിക്കാതെ നല്ല പിള്ള ചമഞ്ഞ് നിന്നു. അത് തന്നെ സംഭവം. ആദ്യം തന്നെ അഞ്ജൻ അനീഷിന് ടണ്ണാക്കിൽ തന്നെ കൊടുത്തു. ഇവൻ ശരിക്കും അവിടെ എന്താ ചെയ്തത്? ശരിക്കും കോൺട്രവേഴ്സ്യൽ ആയ ഒരു ഇഷ്യൂസിലും ഇടപെട്ടിട്ടില്ല. ശരിക്കും കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കാട്ടിക്കൂട്ടി കുറച്ച് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് നിന്ന് പറ്റുകയായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ മാത്രം, ഫേക്ക് ആൻഡ് ഫ്രോഡലൻ, കഷ്ടം, മണ്ടൻ ശിരോമണി. അഞ്ജനയുടെ ഒരു ചോദ്യത്തിന് മുന്നിൽ പോലും ശരിക്കും ഉത്തരം പറയാൻ കഴിയാതെ പോകുന്ന ഒരു റണ്ണറപ്പ്, ഏതോ മായ യവനികൾ ജീവിക്കുന്ന പമ്പര വെട്ടി അളിഞ്ഞി സംഗതി OCD ആണെന്ന് പറയുന്നു. ഇത് ഞാനിട്ട കമൻ്റ് അല്ല, ഇതൊക്കെ ആ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, എല്ലാത്തിനകത്തും പുള്ളി ബ്ലാവർ അടിക്കുകയാണ്. മെറ്റേണിറ്റി ലീവ് സ്ത്രീകളുടെ പ്രിവിലേജിൽ ഉൾപ്പെടുന്ന എന്നതിനേക്കാൾ അത് ആൺകുട്ടിയെ പെൺകുട്ടി എന്നുള്ള തരംതിരിവ് കൂടാതെ തന്നെ ജനിച്ച കുട്ടിയുടെ അവകാശമാണ്. മുലപ്പാൽ കുട്ടിക്ക് വിശക്കുമ്പോഴും മണിക്കൂറുകളുടെ ഇടവേളകളും നൽകേണ്ടത് 6 മാസം വരെ വളരെ അനിവാര്യമാണ്. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അമ്മയുടെ പൂർണ്ണ വാത്സല്യവും കരുതലോടുള്ള പരിചരണത്തിന് അത്യാവശ്യമാണ്. ഈ സമയത്ത് അമ്മയ്ക്കും മാനസികമായ ശാരീരികമായ കരുതൽ അത്യന്താപേക്ഷിതമാണ്. അമ്മയ്ക്കും സ്വന്തം കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒരേപോലെ സമയത്ത് കൈകാര്യം ചെയ്യാൻ. സോ എല്ലാ സ്ത്രീകളും ഒക്കെ ഒരേ സമയത്ത് പ്രതികരിക്കുന്നു. എന്തിന്? ഇത് കേട്ട ഒരുപാട് നമ്മുടെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത സ്ത്രീകൾ പോലും എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. വൺ ഓഫ് ദ ഫേക്ക് പേഴ്സൺ. ഇതാണോ നിങ്ങൾ പറഞ്ഞ ജെന്യൂൻ പേഴ്സൺ? ഇതെല്ലാം പുള്ളിയുടെ ഒരു മറയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാനതായത് നമ്മുടെ സീസൺ 7 ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിർത്തുവാണ്. കാരണം ഒന്നാമത് താല്പര്യമില്ല ഈ ഒരു വിഷയം. കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇത് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്, ഒത്തിരി പേര് അയച്ചു തന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഫേക്ക് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ലാസ്റ്റ് ടൈം ആ BB അവസാനിക്കുന്നതിന് മുമ്പ് ഇയാളൊരു ഫേക്കാണെന്ന് തോന്നി. ഇപ്പം അത് ഉറപ്പിച്ചു. നിങ്ങളിൽ ഇനി ഇദ്ദേഹത്തിന് താങ്ങുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. 6 മാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് അഥവാ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ 6 മാസം ലീവ് എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്? അതൊരു പ്രിവിലേജ് ആണോ സ്ത്രീയുടെ? അതോ 6 മാസം അതോടൊപ്പം തന്നെ പുരുഷനും കൂടെ വേണമെന്നാണോ? പുരുഷന് വേണമെങ്കിൽ കൊടുക്കാമെന്ന് അവരെല്ലാവരും തർക്കിച്ച കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും ബബ്ബ അടിക്കുന്നുണ്ട്. സോ ഗൈസ്,
ഇത് നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ തലയിലെടുത്ത് വയ്ക്കിയ ആൾക്കാരുണ്ട്. എടുത്തു വെച്ചോളൂ, ഇത് നിങ്ങളുടെ തന്നെ സ്വന്തം ആളായിട്ട്. നമ്മളില്ലേ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഡിസർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. ഒരു സംശയമില്ല, അതിന് യാതൊരു സംശയമില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.